പക്ഷെ നമ്മൾ പഴംപൊരിയാണ് കൊണ്ടുവയ്ക്കുമ്പോൾ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും വ്യത്യസ്ത അനുഭവം കിട്ടും സംഭവം. അതിനുള്ള വകുപ്പ് കണ്ടു. അതെ, നമുക്ക് കുറച്ച് പഴംപൊരി ഉണ്ടാക്കല്ലേ. പഴംപൊരി നമ്മൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കലുണ്ടല്ലേ. എന്നാൽ ഇതൊരു വ്യത്യസ്ത രീതിയിലുള്ള പഴംപൊരി തന്നെയാണ്. ചിലപ്പോൾ ഇത് ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും, പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. കുറേ ദിവസമായി ആഗ്രഹിക്കണു ഇങ്ങനൊരു പഴംപൊരി ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് ഇപ്പം അതിന് തരപ്പെട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കല്ലേ. അപ്പോൾ നമ്മളെ ചിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് പഴത്തിനൊക്കെ തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഷ്ണം മുറിച്ചെടുക്കാം കേട്ടോ. പഴംപൊരി ഉണ്ടാക്കാനുള്ള ആ ഒരു വലുപ്പത്തിൽ ഞാൻ പഴത്തിൻ്റെ നടുക മുറിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മൊത്തത്തിലെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതേ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കാറേ. അതായത് പഴത്തിൻ്റെ ഈ ഒരു വലുപ്പം ഇങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെ ഇതാ നമ്മൾ പഴം മൊത്തം അരിഞ്ഞെടുത്തിട്ടോ ഈ രീതിക്ക്. ഇനി ഇതോടെ നിൽക്കട്ടെ, നമുക്ക് മാവ് ഉണ്ടാക്കണ്ടേ. മാവ് ഉണ്ടാക്കാനായിട്ട് ഇതാ പാത്രത്തിൽ നമ്മൾ മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വേറെ കുറച്ച് ഐറ്റംസുകൾ ചേർക്കാം. അതിൽ നിന്ന് നമ്മളിതാ ഇത്തിരി പൊടിയോളം ഒരു ഇത്തിരി ഉപ്പിടണ്ടേ, വളരെ കുറച്ച്, ഒരു പിഞ്ച്. കളർ ഉണ്ടായിക്കോട്ടെ. മഞ്ഞൾപ്പൊടി പാകത്തിന് ചേർക്കാം. മധുരത്തിന് ഇതാ പഞ്ചസാര ആവാട്ടോ ആവശ്യത്തിന്. ഇതാണ് നമ്മളെ ബേക്കിംഗ് സോഡ, ഒരു നുള്ള്. ഇതുവരേക്കും എല്ലാവരും ചേർക്കണ ആ ഒരു ചേരുവകളൊക്കെ ആയിട്ടുണ്ട് അല്ലേ. പഴംപൊരി നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വ്യത്യസ്തത ആവാം അല്ലേ. വരൂ കാണിച്ചു തരാം എന്തൊക്കെ ചേർക്കണമെന്ന്. ഇതാ ചേർക്കാൻ പോണു നല്ല എരിവുള്ള ചില്ലി ഫ്ലേക്സ് 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയാണ് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്തു. വീണ്ടും കറിവേപ്പിലാണെന്ന് വിചാരിക്കേണ്ട, അത് നമ്മൾ ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ. അത് ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും ചേർത്തു. ഇനി ഇതാ 1/2 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. എല്ലാ ഫ്ലേവറുകളും ഈ ഒരു മൈദപ്പൊടിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയറും കൂടി ചെയ്തെടുക്കണേ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി മറിച്ച് വെച്ചതിലേക്ക് ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവാക്കി മാറ്റാം. വെള്ളം കുറച്ച് ഒഴിച്ച് നമുക്ക് പാകാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സെറ്റ്. ഇതിലേക്ക് പഴം ഇടണം, പൊരിച്ചെടുക്കണം, അങ്ങനത്തെ പണികളൊക്കെയാണ് ഉള്ളത്. വെളിച്ചെണ്ണ ഇതാ നന്നായിട്ട് ചൂടായി നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള പഴത്തിനെ കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കാം കേട്ടോ. നല്ല പോലെ അങ്ങോട്ട് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് നല്ല പോലെ ചൂടായ വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വറുത്ത് കോരിയെടുക്കുക. അങ്ങനെ ഇതാ നമ്മളെ മസാല പഴംപൊരി ഈ ഒരു എണ്ണയിൽ കിടന്നിങ്ങനെ പൊരിഞ്ഞ് ഞെരിപിരി കൊള്ളണം കേട്ടോ. നമുക്കിങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുക്കണം. അങ്ങനെ കണ്ട ആ ഒരു വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് നന്നായിട്ട് പൊള്ളയായി വീർത്ത് നിൽക്കണു നമ്മളെ പഴംപൊരിക്കുട്ടന്മാർ. അപ്പം നമുക്ക് നീ അധികം സമയം കളയണ്ട കേട്ടോ, ഇവരെ മൊത്തത്തിൽ അങ്ങോട്ട് കോരിയെടുക്കുക. കിടക്കട്ടെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് പ്ലേറ്റിൽ. വീണ്ടും ഇതാ എണ്ണയിൽ കിടന്ന് മൊരിയാനായിട്ട് കാത്തു നിൽക്കണവന്മാരെ പെറുക്കി വേഗം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവില്ല അത്. അതാ അങ്ങനെ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് വീണുകൊണ്ടിരിക്കണു. അപ്പോൾ അതാ രണ്ടാമതും നമുക്ക് കോരി മാറ്റാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട് പഴംപൊരികൾ. വേഗം കോരി മാറ്റാം, പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ആയോ, ഞാൻ വരാനായോ? ഒന്ന് വന്നാണി വേഗം തിന്നിട്ട് വാണക്ക് വേറെന്തോ പണിണ്ട്. നോണിയും പറയാ ജവിടെ കുത്തി തിന്നോ. ഞാൻ ഈ ലാസ്റ്റ് ട്രിപ്പും കൂടി എടുത്തിട്ടേ ഞാൻ വരുള്ളൂ. തിന്നോ കാണില്ല ജിന്നോ. ഞാൻ പറയണതിന്റെ മുന്നേ ഒന്നെടുത്ത് കൈ പിടിച്ച് ഇങ്ങനെ കുത്തിരിക്കുക. മല്ലിയിലും ഇതൊക്കെ ഉള്ളത്. അത് മല്ലിയിലും പഴംപൊരിയൊക്കെ ആദ്യമായിട്ട് കാണും ഇങ്ങനെ മല്ലിയില, അതേപോലെ എന്തൊക്കെ കറിവേപ്പിന്റെ ഇല ഒക്കെ പാടല്ലേ. നല്ല സ്മെല്ലുണ്ടല്ലേ, നല്ല സ്മെല്ല്, മസാലേന്റെ സ്മെല്ല്. ഒരാൾ ഇത് കഴിച്ചു കണ്ട അഭിപ്രായം പറഞ്ഞ എന്താ അറിയോ, മിച്ചറിൽ പഴംപൊരി കുത്തി തിന്നണ ടേസ്റ്റ്. മിച്ചറിൽ പഴം കുത്തി തിന്നണ ടേസ്റ്റ്. ടേസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഇപ്പൊ ക്യാമറ എടുക്കാൻ ചിന്നാണ് ടേസ്റ്റ് ചെയ്തത്. വേറൊരാളും കൂടി ടേസ്റ്റ് ചെയ്തു. എന്താ ബ്രോസ്റ്റിന്റെ ചോയാന്ന്. ആദ്യം ഒരു ചോയം കിട്ടുന്നില്ല, പിന്നെ എന്തൊക്കെ ഒരു ചോയ ഇട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്തൊക്കെയാ പറഞ്ഞു പോയി. ഞങ്ങളൊന്നും ടേസ്റ്റ് ഇന്നാണെങ്കിൽ തിന്നാൻ വയ്ക്കണില്ല. അത് ഞാൻ എപ്പോഴോ പറയുന്നത്, ഒരു വട്ടം കഴിച്ചാലല്ലേ ഇത് ടേസ്റ്റ് പറഞ്ഞാൽ കഴിയുള്ളൂ. സമ്മതിച്ചില്ല. ഞാൻ ഒന്ന് കഴിച്ചോട്ടെ, ഇനി കഴിക്കട്ടെ.
എൻ്റെ വായിലുള്ള കൂടി പോന്നോട്ടെ, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. എന്താ അവസ്ഥ? ഇവരൊക്കെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാ? എന്താ അറിയോ, മിച്ചറിൽ പഴം കുത്തി തിന്ന പോലെ ഉണ്ട്. ശരിയല്ലേ? കരിവേപ്പിൻ്റെ മല്ലിവേപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇല്ല. ഒന്നാമത് എന്താ അറിയോ, ചിക്കൻ മസാല. പക്ഷെ രസമുണ്ട്, സാധനം രസമുണ്ട്. നമുക്ക് പിന്നെ അത് മറ്റേ മിച്ചറിൽ പഴം കുത്തി തിന്നാൻ വളരെ ഇഷ്ടമുള്ള ആളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതാ നമ്മൾ പഴംപൊരി കൊണ്ടുവയ്ക്കുമ്പോൾ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും വ്യത്യസ്ത അനുഭവം കിട്ടും സംഭവം. അതിനുള്ള വകുപ്പ് കണ്ട് നമ്മൾ പഴംപൊരി പറഞ്ഞ് വിചാരിച്ച് കഴിക്കണ ആ ടേസ്റ്റ് അല്ല, വ്യത്യസ്ത ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് മിച്ചറിൽ പഴം കുത്തി തിന്നണമൊന്നും ഇഷ്ടമല്ല. അത് ശരി, അപ്പൊ നിങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മിച്ചറിൽ പഴം കുത്തി തിന്നണ എങ്ങനെയാണെന്നുള്ളത് ഞാൻ തിന്നു നോക്കിയിട്ടില്ലേ. ഇപ്പൊ തിന്നില്ല, ഇതാണ് സംഭവം. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോ ഒരു പഴംപൊരി കഴിക്കണ ഒരു ഫീലും കൂടി കിട്ടും എന്നുള്ള സംഭവം. അപ്പൊ എന്തായാലും മിച്ചറിൽ പഴം കുത്തി തിന്നണ ആ ഒരു ടേസ്റ്റ് ഉള്ള ഈ ഒരു പഴംപൊരി നിങ്ങളെല്ലാരും പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും, ഒഴിവാക്കി കളയാനൊന്നും എന്തായാലും തോന്നൂല. ആ കുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് തന്നെയാണ്. ഇടയ്ക്കാരും മധുരം വരുന്നുണ്ട്, പിന്നെ കുഞ്ഞ് എരിവാണ് വരുന്നത്. പിന്നെ എരിവിന് വേണമെന്നുണ്ടെങ്കിൽ കുട്ട കുറയ്ക്കൊക്കെ ചെയ്യാമല്ലോ അല്ലേ? അപ്പം അങ്ങനെയൊക്കെ ചെയ്തോളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മളെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കണും കൂടി തൊട്ടെടുക്കുക. അപ്പോഴാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അതേപോലത്തെ പുതിയ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വേഗം വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും അവർക്ക് നിർത്താനുള്ള പാട് ചില്ലറല്ല. ഏതാ ടാറ്റയ്ക്കോ? അതുവരെ കാത്തുത്തിരിക്കല്ലേ? കാത്തു നല്ല ടേസ്റ്റ് നല്ല തിന്നാ. ചായം കൂടി വേണമെന്നില്ല, സമയമല്ല. അവിടെ നിന്ന് എന്തായാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്